തെമ്മാടിത്തരം കാണിക്കാൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യം വന്നടാ നായേ? കുടുംബോ? ഇതൊരു കുടുംബമാണോ? കൊള്ള സങ്കേതമല്ലേ? അതേടാ, കൊള്ള സങ്കേതമാ. ഞാൻ അവിടുത്തെ മൂലം ദേവി ജെയിംസ് ജനിമേ മാറ, ഞാൻ ചോദിച്ചോളാം. കർത്താവാണ്, നീ ജീവനും കൊണ്ട് ഇവിടുന്ന് പോകത്തില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? എന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വരണ്ട. വക്കീലേ, താൻ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്? വക്കീലേ, പുരുഷനാന്ന് എനിക്ക് അറിയാൻ പാടില്ല സത്യമായിട്ടോ, അല്ലെങ്കിൽ പിന്നെ സത്യം അറിഞ്ഞോണ്ട് ഇവിടെ ഒന്ന് പറയേണ്ട വല്ല കാര്യം എനിക്കുണ്ടോ? തോക്ക് താത്തി പിടിക്കാൻ പിടിച്ചൂടെ? താത്തി പിടിക്കുണ്ടോ വിട്ടു മതിയോ? ഇതിനിടയ്ക്ക് ഇവളുടെ അല്ല ഇവന്റെ ആങ്ങളെയാന്ന് പറഞ്ഞ് ഇവൻ തന്നെ വന്ന് 25,000 രൂപ എന്റെ മേടിച്ചോണ്ട് പോയി. എല്ലാം നമ്മുടെ റാണിമോളെ ഓർത്തിട്ട നാറിപ്പോയി. ഒരാളെ കാണുമ്പോ തന്നെ നമുക്ക് അഴിച്ചു നോക്കാൻ പറ്റൂ. വിഷമിക്കല്ലേ? ചെയ്തതെല്ലാം തെറ്റായി പോയി, മാപ്പാക്കണം. പക്ഷെ ഇവളോടുള്ള സ്നേഹം അസത്യമായിരുന്നു. ഈ നുണയുടെ സത്യം ഇവിടെ ആർക്ക് വേണം? ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങള്. പെൺവേഷം കിട്ടി ഇവനെ പോലത്തെ ഫ്രോഡ് ഒരുത്തൻ നമ്മുടെ റാണിമോക്കയുടെ കൂടെ ഒരുപാട് ദിവസം താമസിച്ചു എന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാ നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു കല്യാണമല്ലേ നീ റാണിമോക്ക് വരുവോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ റാണിമോളെ നീ തന്നെ കെട്ടണം. താങ്ക് യു താങ്ക് യു. ഇവനോ? ഇവൻ കള്ളനോ തെമ്മാടിയോ ആര് വേണോ ആയിക്കോട്ടെ. റാണിമോളുടെ പേരിലുള്ള കളങ്കം മാറണമെങ്കിൽ ഇവൻ തന്നെ താലി കെട്ടണം. കളങ്കം ഒന്നും ഒരു കുഴപ്പമില്ലെന്നേ. എടുത്തു ചാടി നിങ്ങളൊരു തീരുമാനത്തിലേക്ക് പോകരുത്. എന്നെ പോലൊരു മാന്യൻ ഇവിടെ നിൽക്കുമ്പം ഇവനെ പോലൊരു തെമ്മാടിയും വഞ്ചകനും കള്ളനുമായ ഒരുത്തനെ കെട്ടാൻ റാണിമോക്ക് സമ്മതമാണെന്ന് കൂടെ അന്വേഷിക്കട്ടെ. മോള് പറ, മോക്ക് അവനെ കെട്ടണോ അതോ ഞാൻ അവനെ കൊല്ലണോ? എനിക്കിഷ്ടാണ്. ഒരുപാട് വിളിക്കാനുണ്ടായിരുന്നു. കല്യാണമൊക്കെ മംഗളമായിട്ട് നടന്നു. പക്ഷേ ഒരു മനപ്രയാസം. നമുക്ക് വേണ്ടപ്പെട്ട 2-3 പേരെ വിളിക്കാൻ പറ്റിയില്ല. മറ്റേ കുന്നുമേ ശാന്ത, ഒറ്റപ്പാല ഓമന, പിന്നെ അടുത്ത കല്യാണത്തിന് വിളിക്കാലോ. ഹാപ്പി മാരിയഡ് ലൈഫ്. താങ്ക് യു. കല്യാണത്തിന് ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വിളിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ ഇന്നാക്കിയത്. അതിനെന്താ വിളിക്കാത്ത ഒത്തിരി പേര് വന്നല്ലോ. ഉണ്ണിയാർച്ചി ഇല്ലേ? ഉണ്ടല്ലോ, വിളിക്കാം. ഞാനിവിടെ ഉണ്ട്. എന്താ? കൊണ്ടുപോകാൻ വന്നതാ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങോട്ടാ? നമ്മുടെ സർക്കാരിന്റെ വക കുറച്ച് മുറികൾ പണിതിട്ടുണ്ട് അങ്ങ് വിയൂരും പൂജപ്പുരയും. അതിലൊരു മുറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സദാശിവനാരുടെ ആത്മഹത്യയെക്കുറിപ്പാണ്. എന്റെ സാറേ, രേഖാപ്രകാരം ഈ നിൽക്കുന്ന ചിന്നമ്മ, അതായത് എന്റെ ഭാര്യ, ആ കമ്പനിയിലെ വെറും സാധാരണ ജീവനക്കാരിയാ. യഥാർത്ഥ MD എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന റാണിമോള. അതുകൊണ്ട് തന്നെ ചിന്നമ്മയ്ക്കെതിരെ കേസെടുക്കാൻ പറ്റുകയില്ലല്ലോ. വേണ്ടല്ലോ, പ്രതി മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. പുതുപ്പെണ്ണ് തന്നെ പോരട്ടെ ആ മുറിയിലേക്ക്. വത്സലേ, എങ്ങോട്ടാ? അവിടെ ഇല്ലേ, അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. റാണി മോള് ഇവിടുത്തെ MD ആണെങ്കിൽ ഞാനും ചിന്നമ്മയും ഇവിടുത്തെ MD. അവരെ തടയണ്ട. അവന് മോളിൽ പോലീസ് ഉണ്ടല്ലോ. ഇവരവിടെ എത്തുമ്പോ അവരുടെ വിളി അങ്ങ് എത്തും. അതെ.